ഇത് വയനാട്. വയനാടൻ ചുരങ്ങളിലൂടെ അരിച്ചെത്തുന്ന കാറ്റിന് സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യത്യസ്ത സുഗന്ധം. ഈ തണുപ്പാർന്ന കാർഷിക സമൃദ്ധിയിലേക്ക് തിരുവനന്തപുരം നഗരത്തിന്റെ സമ്പന്നതയിൽ നിന്ന് ഒരു കുടുംബം വയനാടിന്റെ പച്ചപ്പിലേക്ക് അഭയം തേടി. പ്രവാസി ജീവിതവും ബിസിനസ്സും പിന്നിട്ട് ഒടുവിൽ വായ്പ വാങ്ങിയും ഉരുപ്പടികൾ വിറ്റും മാനന്തവാടി കണിയാമ്പറ്റയിലെ മലമുകളിൽ വെട്ടിയാൽ തീപാറുന്ന 10 സെന്റ് തരിശുഭൂമി സ്വന്തമാക്കി കുടിയേറി. കോഴിക്കോട് നിന്ന് 90 കിലോമീറ്റർ യാത്ര ചെയ്ത് മാനന്തവാടി കണിയാമ്പറ്റയിൽ ഞങ്ങളെത്തുമ്പോൾ മഞ്ഞുമാറി ചെറിയ വെയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കാണുന്നതാണ് സാബിയുടെ വീടും 10 സെന്റിലെ കൃഷിയിടവും. മുറ്റത്ത് കൂട്ടമായി പാഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന കോഴികൾക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു സാബിയും മകളും. പുരയിടത്തിന്റെ ഒരറ്റത്ത് കൂട്ടിൽ കുറെ ആടുകൾ, തൊട്ടടുത്ത് 1000-ഓളം മുട്ടക്കാടുകൾ, ഇതിനോട് ചേർന്ന് കുറെ വാഴകൾ, ഒപ്പം നിലത്തും ചട്ടികളിലും ഗ്രോബാഗിലുമായി പച്ചക്കറികൾ, വിവിധതരം പപ്പായ ചെടികൾ, ഔഷധ സസ്യങ്ങൾ, തേനീച്ചക്കൂട്, തൂക്കണാംകുരുവിക്കൂട്, ഫലവൃക്ഷങ്ങൾ, മുരിങ്ങ, കുരുമുളക്, കാന്താരിമുളക്, വിവിധതരം പുലുകൾ, മുയലുകൾ, അങ്ങനെ 1 ഇഞ്ച് പോലും പാഴാക്കി കളയാത്ത ഈ സ്ഥലം കണ്ടാൽ മതി ഈ കുടിയേറ്റ കർഷകയുടെ മികവറിയാൻ. അതിനോട് ചേർന്ന് പിന്നിലായി 300 സ്ക്വയർ ഫീറ്റ് മാത്രം വലിപ്പമുള്ള ഒരു ഷെഡ്. അതിലാണ് മകളും ഉപ്പയും ഉൾപ്പെടുന്ന കുടുംബം താമസം. ഇവിടെ വന്ന് ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാല് ഒന്നുമില്ല, വെറും ഒരു ഷെഡ് കെട്ടി ഞാൻ ഇതിനകത്ത് വന്നതിന് ശേഷം ഒരു പവന്റെ ഒരു വള മാത്രം ബാലൻസ് ഉണ്ടായിരുന്നു. അത് വിറ്റ് 5 ആടിനെ വാങ്ങി. ബത്തേരിയിൽ ഫാമിൽ പോയിട്ട് 5 ആടിനെ വാങ്ങി. അതിൽ നിന്നാണ് എന്റെ ആദ്യത്തെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് അതാണ്. പിന്നെ 6 മന്ത് കഴിഞ്ഞപ്പോ ഞാൻ കാടയിലേക്ക് മാറി. ഇപ്പൊ കാടയിൽ നിന്നാണ് ഈ കാണുന്ന എല്ലാം ഉണ്ടായത്. ഉരുപ്പടികളിൽ ബാക്കിയുണ്ടായിരുന്ന സ്വർണവള 24,000 രൂപയ്ക്ക് വിറ്റ് സുൽത്താൻ ബത്തേരി ചന്തയിൽ നേരിട്ട് പോയി 5 മലബാറി ഇനം ആടിനെ വാങ്ങി. പുരയിടത്തിന്റെ ഒരു മൂലയിൽ ചെറിയൊരു ആട്ടിൻകൂടും പണിതു. ബന്ധുവിൽ നിന്നും പണം വായ്പയായി വാങ്ങി 1000 മുട്ടക്കാട കോഴികളെയും ഇറക്കി. അവിടെ തുടങ്ങുന്നു സാബിയുടെ വയനാട്ടിലെ കാർഷിക ജീവിതം. ആ 1000 കാടയെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ എനിക്ക് അതിന് തീറ്റ കൊടുക്കാൻ പെർ ഡേ 700 രൂപ വേണം. അപ്പൊ ആ സമയത്ത് എന്നെ ഫാമുകാര് 1 മന്ത് സഹായിച്ചു. മുട്ട വിറ്റിട്ട് തന്നാൽ മതി എന്നുള്ള ഒരിതില് അവരെനിക്ക് ക്രെഡിറ്റിന് കാടത്തീറ്റ ഇറക്കി തന്നു. പെർ മന്ത് 21,000 രൂപയുടെ തീറ്റ അവരെനിക്ക് ക്രെഡിറ്റ് ആയിട്ട് തന്നു. പിന്നെ മുട്ട വിറ്റ് ദിവസം 1,600 രൂപയുടെ മുട്ട വിൽക്കാൻ പറ്റി. അതിൽ നിന്ന് കാടയുടെ തീറ്റ ചെലവ് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരാശരി 700 രൂപ അതിൽ നിന്ന് ദിവസം വരുമാനം ഉണ്ടായി. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതിൽ ആ 700 രൂപയിൽ നിന്ന് എന്റെ ജീവിത ചെലവും കഴിഞ്ഞു. പിന്നെ ഞാൻ മറ്റൊന്ന് ഓരോന്ന് ചെയ്തു തുടങ്ങിയിട്ട്. ആടിനോടൊപ്പം തന്നെ മുട്ടക്കാടകളെയും വളർത്തിയതോടെ ദിവസം ഒരു നിശ്ചിത വരുമാനം ഉറപ്പായി. മുട്ട കടകളിൽ എത്തിക്കുന്നതുൾപ്പെടെയുള്ള എല്ലാ ചിലവുകളും പോയിട്ട് ദിവസം 700 രൂപയോളം ലാഭം സാബിക്ക് കിട്ടിത്തുടങ്ങി. കൂടാതെ കാടയുടെ കാഷ്ടം ഒരു മികച്ച ജൈവവളമായതിനാൽ മാസത്തിലൊരിക്കൽ അത് വിൽക്കുമ്പോഴും തെറ്റില്ലാത്തൊരു വരുമാനം ലഭിക്കും. ഒരു സ്ഥിര വരുമാനമായതോടെ ഇനി 10 സെന്റ് തരിശുഭൂമിയെ വളക്കൂറുള്ളതാക്കുകയായിരുന്നു സാബിയുടെ അടുത്ത ചിന്ത. എനിക്ക് ഈ തരിശുഭൂമി ഞാൻ വാങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഈ ഒരു മൊട്ടക്കുന്ന് ഞാൻ തിരക്കി നടന്നു വാങ്ങിയതാണ്. കാരണം എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ വന്ന് താഴെ വീണുപോയ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ട് ഞാൻ പെരുവഴിയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്ന സമയത്തില് വാത്സല്യം സിനിമ റിലീസായിരുന്നു. ആ സിനിമ ജീവിതത്തിൽ എന്റെ ഏറ്റവും വഴിത്തിരിവെന്ന് പറഞ്ഞ വാത്സല്യം സിനിമയാണ്. അതിലെ എൻഡിങ് പോർഷൻ മമ്മൂട്ടി ഒരു തരിശുഭൂമി, ഒരു മൊട്ടക്കുന്ന് തരിശുഭൂമി പോയി വാങ്ങുന്നത് എന്റെ സ്വപ്നമായിരുന്നു. അതുപോലെ അത് സിനിമയാണെങ്കിൽ കൂടി ഞാൻ എന്റെ റിയൽ ലൈഫിൽ ഞാൻ അത് കൊണ്ടുവന്നു. പിന്നെ എന്റെ ഗ്രാൻഡ്മ, അച്ഛന്റെ അമ്മ, ഞാൻ ചെറുതിലേ എനിക്ക് കാണിച്ചു തന്നൊരു പാഠമുണ്ട്. പച്ചിലയും നാടിന്റെയും കോഴിയുടെയും ഒക്കെ കാഷ്ടം ഇട്ടിട്ട് എല്ലാ പച്ചക്കറികളും മറ്റുള്ള എല്ലാ മരങ്ങളും ചെടികളും ഒക്കെ അവർ നടുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് അന്ന് എനിക്ക് കാട്ടിത്തന്ന എന്റെ മനസ്സിലൊരു പാഠം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് ഞാൻ പ്രയോഗിച്ചപ്പം 6 മാസം കൊണ്ട് എനിക്ക് പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റി. നന്നേ ചെറുപ്പത്തിൽ വാപ്പയുടെ ഉമ്മയാണ് കൃഷിയിലെ ബാലപാഠങ്ങൾ പകർന്നത്. അത് ചാരം മൂടിയ കനൽ പോലെ മനസ്സിൽ കെടാതെ കിടക്കുകയായിരുന്നു. തുമ്പ പോലും ഇറങ്ങാത്ത മണ്ണിൽ കൊത്തിക്കിളച്ച് ശീമക്കൊന്നയും
കമ്മ്യൂണിസ്റ്റ് പച്ചയും ആട്ടിൻകാഷ്ടവും വിതറി മുകളിൽ വീണ്ടും മണ്ണിട്ടു. ഇങ്ങനെ 2-3 അടുക്കുകൾ മണ്ണ് നന്നായി കൊത്തിക്കിളച്ചതോടെ വായുസഞ്ചാരം കൂടുകയും പച്ചിലവളവും മറ്റും ഉപയോഗിച്ചതിലൂടെ മണ്ണ് പോഷകസമ്പുഷ്ടമാവുകയും ചെയ്തു. അങ്ങനെ സർവ്വതും സാബിയുടെ പച്ചിലവളവും ആട്ടിൻകാഷ്ടവും പച്ചവെള്ളവും കഴിച്ച് നിറയെ പൂക്കാനും കായ്ക്കാനും തുടങ്ങി. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് 10 സെന്റ് മുഴുവൻ ജൈവോൽപ്പന്നങ്ങൾ കൊണ്ട് നിറഞ്ഞു. അതോടെ സാബിയുടെ കാർഷിക വിളകൾക്ക് കോഴിക്കോട് നിന്നുവരെ ആവശ്യക്കാർ എത്തി തുടങ്ങി. എന്നാൽ സാബിയുടെ കൃഷിയെ നല്ലൊരു വരുമാനത്തിലേക്ക് ഉയർത്തിയത് വയനാടിന്റെ ടൂറിസം വളർച്ചയാണ്. ഇപ്പൊ ഞാൻ ആദ്യമൊക്കെ ഞാൻ കൽപ്പറ്റ എന്ന് പറഞ്ഞ ബസാറിൽ കൊണ്ടുപോയിട്ട് ഷോപ്പുകളിൽ കൊടുക്കുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഉള്ളി ഓർഗാനിക് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട്, വേറെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട്, ഒരു ഹോം സ്റ്റേക്കാർ ഇവിടെ വന്ന്, അവര് ഫാം ടൂറിസം തന്നെയാണ് ഹോം സ്റ്റേ നടത്തുന്ന, അവര് വന്നിട്ട് ഇത് മൊത്തത്തിൽ അവർ കാണുകയും, പിന്നെ അന്ന് മുതൽ എന്റെ പച്ചക്കറി എല്ലാം അവർ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഒത്തിരി കോഴിക്കോട് നിന്ന് തന്നെ 2-3 കസ്റ്റമർ ഉണ്ട്, അവര് സ്ഥിരം വന്നിട്ട് അവര് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതിൽ എനിക്ക് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ പുറമേ കൊണ്ടുപോകുന്നതിനേക്കാളും നല്ല ശരിക്കും ഓർഗാനിക് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് അവർ നല്ല വില തന്ന് എനിക്ക് എന്റെ സാധനം കൊണ്ടുപോകുന്നുണ്ട്. അത് പച്ചക്കറി മാത്രമല്ല, മുട്ടയായാലും കോഴിയായാലും എന്തായാലും അവർ കൊണ്ടുപോകും. ഇനിയും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വയനാട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായതിനാൽ കൽപ്പറ്റയ്ക്കടുത്തുള്ള ഹോം സ്റ്റേകളിൽ വർഷം മുഴുവൻ ധാരാളം വിദേശികളും സ്വദേശികളുമായ വിനോദസഞ്ചാരികൾ എത്താറുണ്ട്. വിഷരഹിതമായ പച്ചക്കറികളോട് മാത്രം താൽപര്യം കാണിക്കുന്ന സഞ്ചാരികൾക്ക് സാബിയുടെ ജൈവോൽപ്പന്നങ്ങളായ തക്കാളിയും വെണ്ടയും ചീരയും എന്നുവേണ്ട ഭക്ഷ്യയോഗ്യമായ ഇലയും പൂവും കായും എല്ലാം ഇഷ്ടപ്പെട്ടു. അതോടെ ഹോം സ്റ്റേ ഗ്രൂപ്പുകൾ സാബിയുമായി ധാരണയായി. മാർക്കറ്റിൽ ലഭിക്കുന്നതിന്റെ ഇരട്ടിയിലേറെ വില നൽകി അവർ കാർഷിക വിളകൾ എടുത്തു തുടങ്ങിയതോടെ സാബി വീണ്ടും കൃഷി വർദ്ധിപ്പിച്ചു. ആദ്യമായിട്ട് ഞാൻ ഈ മണ്ണെടുത്തിട്ട് 2 ടിഷ്യൂ കൾച്ചർ വാഴ വെച്ചു. വാഴയുടെ ഒപ്പം തന്നെയാണ് ഞാൻ ചെടികളൊന്നും ഞാൻ വെറുതെ ഉപയോഗശൂന്യമായിട്ടൊന്നും വെച്ചിട്ടില്ല. എല്ലാം വിറ്റ് എനിക്ക് അതിൽ നിന്നൊരു 10 രൂപ വരുമാന മാർഗം കിട്ടുന്ന രീതിയിൽ ഞാൻ എല്ലാം വെച്ചു പിടിപ്പിച്ചു. 15ഓളം പച്ചക്കറികൾ, പച്ചമുളക്, എല്ലാ സാധനങ്ങളും. അപ്പോൾ എന്റെ വീട്ടാവശ്യത്തിനുള്ളതും അത് കഴിച്ചാൽ ബാക്കി ഒരു മാസം ഒരു 7000-8000 രൂപയ്ക്കോളം എനിക്ക് വിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഈ 10 സെന്റിൽ ബാലൻസ് വന്ന എല്ലാ സ്ഥലത്തും വെച്ചു. പിന്നെ അതിനോടൊപ്പം ഫ്രൂട്ട്സിന്റെ തന്നെ ഒരു 12ഓളം വെറൈറ്റീസ് ഫ്രൂട്ട്സ് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഈശ്വരൻ സഹായിച്ച് എനിക്ക് പെട്ടെന്ന് അതിൽ നിന്ന് എല്ലാം എനിക്ക് എടുക്കാൻ പറ്റി. അപ്പം ഞാൻ എന്റെ 1.5 വർഷം കൊണ്ട് ഞാൻ ഒരു പച്ചക്കറിയോ ഒന്നും ഞാൻ വാങ്ങലില്ല. എല്ലാം എനിക്ക് ഈ 10 സെന്റിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം ഒരുപാട് ആൾക്കാർക്ക് എനിക്കിത് വിൽക്കാൻ പറ്റുന്നുണ്ട്. സാബിയുടെ വിസ്മയങ്ങളിൽ മറ്റൊന്നാണ് വാഴകൃഷി. തരിശുഭൂമിയിൽ ആദ്യമായി നട്ടത് 2 ടിഷ്യൂ കൾച്ചർ വാഴകളായിരുന്നു. സാധാരണ വാഴയുടെ ചുവട്ടിൽ മുളച്ചുവരുന്ന പുതുതലമുറകളെ ചവിട്ടിയൊടിച്ചു കളയുന്ന നാട്ടുനടപ്പും സാധിക്കില്ല. ഉള്ള സ്ഥലത്ത് പരമാവധി വാഴ എന്നതാണ് ലക്ഷ്യം. ഈ 10 സെന്റ് സമ്മിശ്രത്തോട്ടത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം സാബി വെട്ടിയത് 70ഓളം കുലകൾ. 2 ടിഷ്യൂ കൾച്ചർ വാഴയിൽ തുടങ്ങി 5ാം തലമുറയിലെ വാഴക്കുലയാണ് ഇത്. ഇപ്പൊ എനിക്ക് 13 ആടുണ്ട്. അതില് ഗുജറാത്തി കച്ചി, രാജസ്ഥാൻ ബീറ്റില്, പിന്നെ മലബാറി, പിന്നെ സിരോഹി, ഇത്ര ആടുകളുണ്ട്. അപ്പം ആടിൽ നിന്ന് എനിക്ക് നല്ലൊരു വരുമാനം എന്ന് പറഞ്ഞാല് അത് ഇപ്പോ 1 ഇയറിൽ എനിക്കൊരു 10ഓളം കുട്ടികൾ ഇതിൽ വരുന്നുണ്ട്. ആ 10 കുട്ടികളെ വിറ്റാലും 1.5 ലക്ഷം രൂപ എന്തായാലും ഉറപ്പായിട്ട് അത് കിട്ടും. അപ്പൊ ഇയർലി വരുമാനമാണ് ആടിൽ എനിക്ക് ഉള്ളത്. ഇയർലി ഒരു 1.5 ലക്ഷം രൂപ അതിന്റെ വരുമാനം ഉണ്ട്. പിന്നെ അതിന്റെ കാഷ്ടവും മറ്റതും എനിക്ക് വളമൊന്നും പുറത്തുനിന്ന് വാങ്ങണ്ട, എന്റെ പ്രോപ്പർട്ടിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സിരോഹി, മലബാറി, ബീറ്റൽ, ഗുജറാത്തി കച്ചി എന്നീ ഇനങ്ങളിലായി 13 ആടുകൾ ഇപ്പോൾ സാബിക്കുണ്ട്. എല്ലാ ഇനത്തിന്റെയും മുട്ടനാടുകൾ. ആടിന് പിണ്ണാക്കല്ലാതെ മറ്റു തീറ്റകളൊന്നും വാങ്ങി നൽകുന്ന പതിവില്ല. പുല്ലും ഗോതമ്പ് പുഴുങ്ങിയതുമാണ് മുഖ്യഭക്ഷണം. ആട്ടിൻകാഷ്ടം ചാക്കൊന്നിന് 180 രൂപ വിലയ്ക്കാണ് വിൽക്കുന്നത്. ഒരു വള വിറ്റ് 5 മലബാറി ആടുകളിൽ തുടങ്ങിയ സാബിയുടെ ഇപ്പോഴത്തെ ആടുകളുടെ മൂല്യം മാത്രം 1.5 ലക്ഷത്തിലേറെ. ഇപ്പൊ ഞാൻ ഗ്രോ ബാഗില് പിന്നെ ക്യാബേജ്,
ക്യാപ്സിക്കം, ബജിമുളക്, അങ്ങനെ ഇഞ്ചി, ഇതൊക്കെ ഞാൻ ഗ്രോ ബാഗിലാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാം 20-30 വീതം ഞാൻ ഇങ്ങനെ വെക്കലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് 3 മാസം വരെ നമ്മൾ ഇങ്ങനെ നോക്കി വെള്ളം ഒഴിച്ച് കാത്തിരുന്ന്, അപ്പോൾ അത് കിട്ടുന്നതിനേക്കാളും ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് നല്ലൊരു വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ നാടൻ കോഴിയെ ഇറക്കി വിടല. അപ്പോൾ ഇത്രയും ഗ്രോ ബാഗ്, അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു 100 ഗ്രോ ബാഗ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ 50 കോഴിയെ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പം 100 ഗ്രോ ബാഗിൽ നിന്ന് ഒരു സാധനത്തിന് 20 രൂപ വെച്ച് നമ്മൾ 3 മാസം കഴിയുമ്പോൾ വിളവ് കിട്ടുന്നത്. അപ്പോൾ അതിനേക്കാളും നല്ലത് കോഴി തന്നെയാണ്. അപ്പോൾ എനിക്ക് ഒരു 50 കോഴിയിൽ നിന്ന് 2000-ഓളം രൂപ വരുമാനം അത് മാസം കിട്ടും. ആടും കാടയും പച്ചക്കറികളും വാഴയും പിന്നിട്ട് സാബി ഫാൻസി കോഴികളിലും എത്തി. ജോഡിക്ക് 2000 രൂപ മുതൽ 3000 രൂപ വരെ വില ലഭിക്കുന്നവയാണ്. വർഷത്തിൽ 120 മുതൽ 180 മുട്ടകൾ ഇടുന്ന പോളിഷ് ക്യാപ്പ് പോലുള്ളവയുടെ മുട്ടയൊന്നിന് 50 രൂപ മുതൽ 100 രൂപ വരെ വിലയുണ്ട്. കൂടാതെ അരയന്നവും നാടൻ ഇനങ്ങളിൽപ്പെട്ട 60ഓളം കോഴികളുമുണ്ട്. സാബിയുടെ വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങളും തവിടും കഴിച്ച് ജീവിക്കാൻ ഈ സ്വദേശികളും വിദേശികളും തയ്യാറായതിനാൽ ചെലവ് കുറവ്. കൂടാതെ പക്ഷികളുടെ കൂട്ടത്തിൽ ജോഡി 1500 രൂപ വിലയുള്ള ജപ്പാൻ സാറ്റിൻ, ജോഡിക്ക് 3000 രൂപ വിലയുള്ള ഡയമണ്ട് തുടങ്ങിയ ഇനം പ്രാവുകളും ഉണ്ട്. കണിയാമ്പറ്റ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഏകമകൾ സമീറയും വാപ്പ സൈനുദ്ദീൻ റാവുത്തറുമാണ് കൃഷിയിൽ സാബിയെ സഹായിക്കുന്നത്. എൻ്റെ പേര് സമീറ. ഞാൻ കണിയാമ്പറ്റ ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഉമ്മാനെ ഇതുപോലെ സഹായിക്കാറൊക്കെ ഉണ്ട്. പിന്നെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് രാവിലെ തന്നെ കോഴികൾക്ക് തീറ്റ കൊടുക്കാനും അങ്ങനെയൊക്കെ സഹായിക്കാറുണ്ട്. പിന്നെ സ്കൂളിൽ വിട്ട് വന്നാൽ വൈകുന്നേരം കോഴികൾക്ക് തീറ്റ കൊടുക്കാനും പിന്നെ കുറച്ച് ചെടികൾ നടാനും അങ്ങനെയൊക്കെ സഹായിക്കാറുണ്ട്. കൃഷിയിൽ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ ലൗലി അഗസ്റ്റിനാണ് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. 10 സെന്റിലെ കാർഷിക വിളകളുടെ കൂട്ടത്തിൽ റെഡ് ലേഡി, റൂബി ഇനങ്ങളിലായി 6 പപ്പായ മരങ്ങൾ. ഒരു പപ്പായ പഴത്തിന് 100 രൂപ വരെ വില ലഭിക്കും. അവക്കാഡോ ഉൾപ്പെടെയുള്ള വിദേശ പഴച്ചെടികൾ കായ്ക്കാറായി നിൽക്കുന്നു. സപ്പോട്ട, പാഷൻ ഫ്രൂട്ട്, ഓറഞ്ച്, റെഡ് ആപ്പിൾ, ബ്ലാക്ക്ബെറി, പേരയ്ക്ക, മുള്ളാത്ത, മുട്ടപ്പഴം, പ്ലാവ്, പിസ്ത, റംബൂട്ടാൻ, മാവ്, ഇനിയുമുണ്ട് ഫലവൃക്ഷങ്ങൾ. സാബിയുടെ 10 സെന്റ് ഭൂമിയിലെ കാർഷിക വിളകൾക്ക് സുഗന്ധം പകരാൻ റോസാപ്പൂവ്, ജമന്തിപ്പൂവ് തുടങ്ങിയവയ്ക്കും ഇടം കണ്ടെത്തി. എനിക്ക് ഈ 10 സെന്റിൽ വന്ന് എന്റെ ബുദ്ധിമുട്ടിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് എനിക്ക് മാറാൻ കഴിഞ്ഞതിൽ എനിക്ക് ഈശ്വരനോട് എന്നതുപോലെ തന്നെയാണ് എനിക്ക് ഒരാളോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. എനിക്ക് ഈ ഒരുപിടി മണ്ണ് വാങ്ങി തന്നത് മദ്രാസിലെ എന്റെ മാമയാണ്. അപ്പൊ അത് വാങ്ങി തന്നത് മാത്രമല്ല, ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ബാങ്കിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി ബാങ്കിൽ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്, ഒരു 50,000 രൂപയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ 10 സെന്റ് എന്നുള്ള രീതിയിൽ എന്നെ കളിയാക്കല. 10 സെന്റിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിന് ബാക്കി പറഞ്ഞൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ എവിടെ ചെന്നാലും, ഒരു ഗ്രാമസഭയ്ക്ക് പോയാലും അവരും ആദ്യം അനൗൺസ്മെന്റ് ചെയ്യും 20 സെന്റും അതിന് മേളിലോട്ടുള്ളവരും ഫോം വാങ്ങിയാൽ മതിയെന്ന്. അപ്പം നമുക്ക് അവിടെയും ഇല്ല, അവിടെയും 10 സെന്റുകാർക്ക് സ്ഥാനമൊന്നുമില്ല. അങ്ങനെ ആയിരിക്കും എന്റെ മാമ തന്നെ, ഈ പ്രോപ്പർട്ടി വാങ്ങി തന്ന എന്റെ മാമ തന്നെ എനിക്ക് 1 ലക്ഷം രൂപ തന്നു, ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ബാങ്കിൽ നിന്ന് ഞാൻ വായ്പ എടുക്കും പോലെ എന്റെ മാമാടുത്ത് നിന്ന് ഞാൻ വാങ്ങിയിട്ട് ഞാൻ ഇത്രയും എന്റെ ഈ ഒരു സ്റ്റേജ് വരെ ഞാൻ 3 അവാർഡും വാങ്ങി. ഈ 3 അവാർഡ് ഇത്രയും എന്റെ ഇപ്പോഴത്തെ ഈ പൊസിഷൻ, അത് എനിക്ക് കടപ്പാടുള്ളത് എന്റെ മാമയോട് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് നല്ലവരായ നാട്ടുകാർ. കാർഷിക വായ്പ തേടി 10 സെന്റ് ഭൂമിയുടെ പ്രമാണവുമായി വയനാട്ടിലെ ഒരു ബാങ്കിന്റെ ശാഖയിലെത്തിയ സാബി മടങ്ങിയത് നിറകണ്ണുകളോടെയായിരുന്നു. 20 സെന്റ് മണ്ണെങ്കിലും സ്വന്തമായി ഇല്ലാത്തവർക്ക് കൃഷിവായ്പ നൽകാൻ വകുപ്പില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു ബാങ്ക്. തികട്ടി വന്ന തേങ്ങലടക്കി പിടിച്ച് ബാങ്കിന്റെ പടിയിറങ്ങിയ സാബി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. കൈവശമുണ്ടായിരുന്ന പണ്ടങ്ങൾ പണയപ്പെടുത്തി സമാഹരിച്ച മൂലധനവുമായി അവർ കൃഷിയിലേക്കിറങ്ങി. കൈവശ ഭൂമിയിലെ 1 ഇഞ്ച് പോലും വെറുതെ ഇടരുതെന്ന നിർബന്ധത്തിലാണ് സാബി. കുടിവെള്ളത്തിനും കൃഷിക്കുമായി മുറ്റത്തുതന്നെ ഏകദേശം 50 അടി ആഴത്തിൽ കിണർ നിർമ്മിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, അതിനു ചുറ്റും പോലും രാമച്ചം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പുല്ലുപോലും മുളയ്ക്കാത്ത മണ്ണിൽ പൊന്നു വിളയിച്ച സാബിയെ തേടി മികച്ച കർഷകയ്ക്കുള്ള അവാർഡ്, ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ അവാർഡ്, ഓയിസ്ക ഇന്റർനാഷണൽ അവാർഡ്
തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ കിട്ടുകയുണ്ടായി. ഈ 10 സെന്റിൽ എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് വേറൊരു പ്രോപ്പർട്ടിയിൽ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഈ 10 സെന്റിൽ തന്നെ ഇനി ഒരുപാട് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ആദ്യം ഇവിടെ വന്ന് കയറുമ്പോൾ വെച്ച ഷെഡ് മാറ്റിയിട്ട് അതിലൊരു ഫില്ലറിന്റെ മുകളിൽ 10 അടി ഹൈറ്റിൽ ഫില്ലർ കെട്ടിയിട്ട് അതിന്റെ മുകളിലൊരു ചെറിയ വീടും അടിയിൽ 800 സ്ക്വയർ ഫീറ്റോളം അത് കിട്ടും. അപ്പൊ അതില് ഞാൻ ആദ്യം 1000 കാട ചെയ്തുകൊണ്ടിരുന്നത് മാറ്റിയിട്ട് ഇനി 2000 കാട ചെയ്യണം, പശു ചെയ്യണം. അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് ഒരുപിടി ഉപ്പും പിന്നെ കുറച്ച് അരിയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കാര്യം നന്നായിട്ട് കഴിഞ്ഞു പോകും. കാരണം ബാക്കിയുള്ള കറിക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഈ വീട് ചെയ്യുന്നതിനോടൊപ്പം എൻ്റെ ആവശ്യത്തിനുള്ള മീനും ഞാൻ ഇവിടെ ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. അത് ഞാൻ ചെയ്യും. വീടൊന്ന് പൊളിച്ചു പണിത് അടിനിലയിൽ പുതിയൊരു കാടക്കൂട് പണിയണം. വീടിന് മുന്നിൽ ഒരു ചെറു മത്സ്യക്കുളം തീർക്കണം. മുട്ടക്കോഴി വളർത്തണം. ഫാൻസി കോഴികളുടെ എണ്ണം കൂട്ടണം. തുടങ്ങിയ സാബിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഏക്കർ കണക്കിന് സ്ഥലം തരിശിട്ടിരിക്കുന്നവർക്ക് ഒരു നിമിഷം ആത്മപരിശോധനയാവാം. വെറുതെ സമയം പാഴാക്കി കളയാതെ ഉള്ള സ്ഥലത്ത് മനസ്സറിഞ്ഞ് വിത്തുപകിയാൽ മണ്ണ് ചതിക്കില്ലെന്ന സന്ദേശമാണ് സാബി നൽകുന്നത്. കൃഷി ചെയ്യാൻ സ്ഥലമില്ലെന്ന് പരിഭവപ്പെടുന്ന മലയാളികൾക്ക് സ്വന്തം കൃഷിരീതിയിലൂടെ മറുപടി നൽകുകയാണ് ഇവർ.